ശരി. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്ന? ഒന്നുമില്ല. ഞാൻ കരഞ്ഞ കാര്യം അപ്പു ആരോടും പറയണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കരയുന്നത് എന്റെ ചേച്ചിയാ. എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ? അത് മാത്രല്ല, ചേച്ചിയുടെ സങ്കടത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവണ്ടേ? നാളെ തന്നെ പറയണം കേട്ടോ. ശരിയമ്മേ. എന്റെ മഹനീയ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കല്യാണമാണിത്. അതെങ്ങനെ നടത്തണമെന്ന് ഞാൻ പറയും. അങ്ങനെ നടത്തിയേ പറ്റൂ. ഈ മഹനീയ നേതാവിനെ തന്ത്രപൂർവ്വം ഒന്ന് പുറകോട്ട് മാറ്റി നിർത്തണം. ഇല്ലെങ്കിൽ ഇവര് കല്യാണം അലമ്പാക്കും. തരികിടെ വേലകൾക്ക് ഒരു കൂടിയേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് വെറുപ്പിക്കണ്ട, മയത്തിൽ നിർത്താം. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടായത്. അതിനിടയ്ക്ക് ഈ വക രഹസ്യം പറച്ചിലുകളൊന്നും എനിക്കിഷ്ടമല്ല, പറഞ്ഞേക്കാം. ഞാൻ രഹസ്യം പറഞ്ഞതേ എന്റെ ഭർത്താവിനോടാ. നിന്റെ ഈ ഇരിക്കുന്ന കോന്തനായ ഭർത്താവിനല്ലേ? ഇവനെ ഞാൻ പറ്റതാ. എനിക്ക് ഇടിവെട്ടി നിൽക്കുന്ന നേരത്ത് എന്റെ ദൈവം എനിക്ക് തന്ന ആറ്റം പണിയാണ് ഈ ഇരിക്കുന്ന മരവാഴ. മരവാഴ കേട്ടോടി, ഞാൻ മരവാഴയാണെന്ന്. മറ്റൊരു മരവാഴയുടെ ചുവട്ടിലെ പുതിയൊരു മരവാഴ കിളിർക്കും. അന്തസ്സുള്ള ഭാര്യാഭർത്താക്കന്മാര് ഇടയ്ക്കിടയ്ക്ക് ഒട്ടി ഒട്ടി നടക്കുന്ന ഇണക്കുരുവികള്. അമ്മേ പോട്ടമ്മേ, നമ്മളൊരു നല്ല കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് എന്തിനെങ്ങനെ ഒരു വഴക്ക്? ഞാൻ വഴക്കുണ്ടാക്കുന്നതല്ല രാധേ. യവനെ എവിടെ കൂടെ എന്റെ പെടലിക്ക് വന്ന് കയറുന്നതല്ലേ. ഞാൻ അമ്മായിയമ്മ പോരി മറന്നിട്ട് എത്ര കാലമായെന്നറിയാമോ? എടി, വല്ലപ്പോഴെങ്കിലും അമ്മായിയമ്മ മരുമോളെ 2 വഴക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് ഈ കാര്യം? എനിക്ക് പോയി ചത്തൂടെ? വന്നല്ലോ പ്രണയക്കിളി. ഞങ്ങളെ നിന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ ഒരു പൊതുയോഗം കൂടുമായിരുന്നു. മോളിരിക്ക്. കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തി തരും. പക്ഷേ ആ ടൗണിലെ വീട് എന്റെ പേരിൽ എഴുതി തരുന്ന കാര്യം മറന്നു പോകരുത്. അത് ഞാൻ മറക്കില്ല. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം നൈറ്റിന് മുമ്പ് തന്നെ ആ വീടിന്റെ താക്കോൽ എന്റെ കയ്യിൽ തരണം. ഉറപ്പ്. എന്റെ മദർവിള ഊറ്റി ഊറ്റി ഇല്ലാതാക്കും. ഒടുവിൽ നമുക്കുള്ളതും കിട്ടാൻ പോണില്ല. 100% കറക്റ്റാ. ഇപ്പോഴേ രമ്യയോട് പറഞ്ഞ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അച്ഛൻ അറിയില്ലേ മകന്റെ കല്യാണ കാര്യം? അച്ഛാ, രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാര്യമാണ് ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരുന്നത്. രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാര്യം അതാര് തീരുമാനിച്ചു? അച്ഛൻ ഇക്കാര്യത്തിൽ തടസ്സം നിൽക്കണ എന്തിനാ? രാജുവിന് എന്തായാലും ഒരു കല്യാണം വേണ്ടേ? രാജുവിനൊരു കല്യാണം വേണം. പക്ഷേ രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണക്കാര്യം ആര് തീരുമാനിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. അച്ഛനമ്മ വഴക്കൊന്നും പറയരുത്. രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം നടത്താമെന്ന് അമ്മ രുക്മിണി ചേച്ചിക്ക് വാക്ക് കൊടുത്തതാ. നേരാണോടി ഇവനീ പറയണത്?
നേരാണ്. ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് ഞാൻ രുക്മിണിക്ക് വാക്കു കൊടുത്തു. എന്നോട് ചോദിക്കാതെ ചോദിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. ശ്രീലക്ഷ്മി ഹരീഷിനെ രുക്മിണി അംഗീകരിക്കാമെന്നും ഹരീഷിന് ഷെയർ കൊടുക്കാമെന്നും രുക്മിണി എനിക്ക് വാക്ക് തന്നു. പകരം ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന അവരുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു. എന്നുവെച്ചാ നമ്മുടെ ഇളയ മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരു മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മറ്റൊരു മകന്റെ ജീവിതം ബലി കൊടുത്തു അല്ലേടി? ഞാൻ ചെയ്ത തെറ്റൊന്നും അല്ല. ഞാൻ രാജുവിന്റെ അമ്മയാ. നീ അമ്മയായിക്കോ, പക്ഷെ ഞാൻ അവന്റെ അച്ഛനാണെന്ന കാര്യം നീ മറന്നു കളഞ്ഞു. അല്ലച്ചാ, അതിനെന്തിനാ ഇത്ര ബഹളം ഉണ്ടാക്കുന്നത്? മിണ്ടരുത്. ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് കയറി ഒന്ന് അഭിപ്രായം പറഞ്ഞ സമനില തെറ്റി ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കും. അതിന്റെ പേരില് എന്റെ മകള് കരയാൻ ഇടവരുത്തരുത്. നിങ്ങൾ എന്റെ മരുമകന്റെ അമ്മയാ.